തെരട്ടുമിൽ അഖിലേന്ത്യാ ജനകീയ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ഫൈനൽ മത്സരത്തിൽ കരിമരുന്ന് പ്രയോഗത്തിനും പടക്കം പൊട്ടിക്കലിനും സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിച്ചില്ലെന്ന് പ്രാഥമിക റിപ്പോർട്ട്. കരിമരുന്ന് പ്രയോഗിക്കുന്നിടത്ത് ആളുകൾ കൂട്ടം കൂടി നിൽക്കരുതെന്ന നിയമം നിലനിൽക്കെ അത് പാലിക്കാതെയാണ് മത്സര ഗ്രൗണ്ടിൽ പടക്കം പൊട്ടിച്ചത്. ഫയർഫോഴ്സിന്റെ സഹായവും തേടിയിരുന്നില്ല. 2022 ഇവിടെ മത്സരത്തിനിടെ ഗ്യാലറി തകർന്നു വീണ നിരവധി പേർക്ക് പരിക്കേറ്റിരുന്നു. സുരക്ഷാ വീഴ്ചയാണെന്ന് അന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു. അത് ആവർത്തിക്കാതിരിക്കാനുള്ള എല്ലാവിധ മാർഗങ്ങളും മത്സര കമ്മിറ്റി തേടിയിരുന്നുവെങ്കിലും കരിമരുന്ന് പ്രയോഗത്തിൽ മുൻകരുതൽ സ്വീകരിക്കാത്തത് വീഴ്ചയായി മാറുകയായിരുന്നു. കരിമരുന്ന് പ്രയോഗത്തിൽ 58 പേർക്കാണ് പരിക്കേറ്റത്. പത്തനാപുരം സ്വകാര്യ ആശുപത്രിയിൽ 35 പേരെയും അരീക്കോട് സ്വകാര്യ ആശുപത്രിയിൽ 23 പേരെയും പ്രവേശിപ്പിച്ചു. ഒരു മാസമായി നീണ്ടുനിന്ന ഫുട്ബോൾ മത്സരത്തിൻ്റെ ഫൈനൽ മത്സരമായിരുന്നു. സാധാരണഗതിയിൽ രാത്രി 9 മണിക്കാണ് കളി നടക്കാറുള്ളത്. എന്നാൽ ഫൈനൽ മത്സരമായതിനാൽ നേരത്തെ തന്നെ ആയിരങ്ങളായ ഫുട്ബോൾ പ്രേമികളെ കൊണ്ട് ഗ്യാലറി നിറഞ്ഞു കവിഞ്ഞിരുന്നു. പടക്കങ്ങൾക്ക് തിരികൊളുത്തുന്ന പെട്ടിമറിഞ്ഞ് കാണികളുടെ ഇടയിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. നിരവധി പേരെയാണ് പൊള്ളലേറ്റ സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചത്. 1 മണിക്കൂറിന് ശേഷം കളി പുനരാരംഭിക്കാൻ സംഘാടകർ ശ്രമിച്ചെങ്കിലും സംഘാടകരുടെ ഭാഗത്തു നിന്ന് വന്ന വീഴ്ചയിൽ നാട്ടുകാർ പ്രതിഷേധം രേഖപ്പെടുത്തി. ഇതോടെ മത്സരം മറ്റൊരു ദിവസത്തേക്ക് മാറ്റി. ന്യൂസ് ത്രെഡ് 24 അരീക്കോട്.